എറണാകുളം കോതമംഗലത്തെ ഫുട്ബോൾ ഗാലറി തകർന്ന അപകടം. നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. YS അഭിനന്ദുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ്, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? അഭിനന്ദ്. എറണാകുളം കോതമംഗലത്തിനടുത്താണ് ഫുട്ബോൾ ഗാലറി തകർന്ന് വീണത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫുട്ബോൾ മത്സരം കാണാൻ ഏകദേശം 4000-ഓളം പേർ അവിടെ എത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ കളി ആരംഭിക്കുന്നതിന് മുൻപാണ് ഈ ഗാലറി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തകർന്നത് എന്ന വിവരങ്ങൾ വരുന്നു. YS അഭിനന്ദുണ്ട്. അഭിനന്ദ്, ഈ ഒട്ടേറെ പേർക്ക് പരിക്കുണ്ടോ? ആരുടെയെങ്കിലും പരിക്ക് സാരമാണോ? എന്തൊക്കെയാണ് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കോതമംഗലം അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണത്. ഇത്തരത്തിലേക്ക് സെവൻസ് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങളായിരുന്നു കോതമംഗലത്ത് അടിവാട് ഈ താൽക്കാലികമായി സജ്ജീകരിച്ച ഈ ഗാലറിയിൽ നടന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരം 4000-ഓളം പേരാണ് ഈ മത്സരം കാണാനെത്തിയത്. മത്സരം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലേക്ക് അപകടം ഉണ്ടായത്. പരിക്കേറ്റ 15ഓളം പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പലയിടങ്ങളിലായി പ്രവേശിപ്പിച്ചത്. അവിടുത്തെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന സാരമായി പരിക്കേറ്റ ഒരു 5ഓളം പേരെ ഇപ്പോൾ കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത് മുള ഉൾപ്പെടെ ഉപയോഗിച്ച്, അതായത് കുറെ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫൈനൽ മത്സരത്തിനായിട്ട് സജ്ജീകരിച്ച പ്രത്യേക ഗാലറി ആയിരുന്നു ഇത്. മുള ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇത്തരത്തിലേക്ക് നിർമ്മിച്ചത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇത് മറിഞ്ഞു വീഴുകയായിരുന്നു. ആ മറിഞ്ഞു വീഴുന്ന ആ സമയത്ത് തന്നെ കുറെ അധികം ആളുകൾ ഇതിന്റെ അടിയിലൊക്കെ പെട്ടുപോയ ഒരു സാഹചര്യം തന്നെ, ശ്വാസം മുട്ടിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 കുട്ടികൾക്ക് പരിക്കേറ്റവരെ ഇപ്പോൾ കാക്കനാട് രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ എന്നും കൂടി ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. 4000-ഓളം പേർ പങ്കെടുത്ത പരിപാടി അതിന്റെ ഒരു ഭാഗമായി സജ്ജീകരിച്ചിരുന്ന താൽക്കാലിക സംവിധാനത്തിൽ സജ്ജീകരിച്ചിരുന്ന ഒരു മുള ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഗാലറിയാണ് ഇത്തരത്തിലേക്ക് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കുറേയധികം ദിവസങ്ങൾ കൊണ്ട് നീണ്ടുപോയിരുന്ന സെവൻസ് ടൂർണമെന്റ് മത്സരത്തിന്റെ അവസാന മത്സരങ്ങളായിട്ട് അവസാനഘട്ടം ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുൻപത്തെ മണിക്കൂറിലാണ് ഇത്തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടായത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ കുറച്ച് ആളുകളെ ഇപ്പോൾ പല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 15ഓളം പേരെ മാർ ബെസേലിയസ് ആശുപത്രിയിലാണ്, കോതമംഗലത്തെ ബെസേലിയസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നു. സാരമായി പരിക്കേറ്റ 2 കുട്ടികളെ ഇപ്പോൾ കാക്കനാട് രാജഗിരി ആശുപത്രിയിലും ആലുവയിലെ രാജഗിരി ആശുപത്രിയിലും കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് തുടരുന്നുണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.